ഹായ്, വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 3ാം ക്ലാസ്സുകാരുടെ മലയാളം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് സ്നേഹം എന്ന കവിതയുടെ തന്നെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ടീച്ചർ പുതിയ കുറച്ചുകൂടി പദങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ചിലത് പറഞ്ഞതാണ്. ഇപ്പം മിഴി, കണ്ണ്, അതുപോലെ ചുവടിൻ്റെ അർത്ഥം എന്താ? കാലടീനെ പറയുന്നതാണ്. നമ്മൾ കാലിങ്ങനെ അടിവെച്ച് നടക്കില്ലേ. നഭസ് ആകാശം, വജസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം, അഴക് ഭംഗി, അലിവ് ദയ, ഇരുൾ ഇരുട്ട്, പിറവി ജനനം. ഇനി അടുത്തത് ചൊല്ലി രസിക്കാമെന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനമുണ്ട്. ഈ 4 വരികൾ ഇത് പല രീതിയിൽ വേണമെങ്കിലൊന്ന് ചൊല്ലി നോക്കാവുന്നതാണ്. അതുപോലെ ഇങ്ങനത്തെ വേറെ കവിതകളൊക്കെ ടെക്സ്റ്റിലുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ, നല്ലതാണത്. അഴകിൽ മുങ്ങിയൊരു ഇന്ദ്രധനുസ്സിനെ, അലിവ് കാട്ടുന്ന കാർമേഘപ്പാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. ഇനി കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും ഇഷ്ടപ്പെടാനുള്ള കാരണവും എഴുതുക. കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയുടെ ആശയം വരുന്ന ചിത്രം വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിര് ചൂടുന്ന സുപ്രഭാതത്തിന്. ആ വരികളാണ്. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. കിളികളുടെ മനോഹരമായ പാട്ടും അതുപോലെ തന്നെ പ്രഭാതവും വളരെ മനോഹരമാണ്. അതിനാൽ എനിക്ക് ഈ വരികൾ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എഴുതിയാലും മതി. ഇനി ഇത് പിക്ചറൈസ് ചെയ്യണം, അതായത് ഇതൊന്ന് വരച്ച് കാണിക്കണം. അപ്പോൾ ഒരു മരത്തുമ്മ ഇങ്ങനെ ഇരുന്ന് കിളികളിരിക്കുന്ന പടമൊക്കെ വരച്ചാലും മതി. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സുപ്രഭാതം കൂടി കാണിക്കണമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയും മരങ്ങളും കുറച്ച് കിളികളും വരച്ചാൽ മതി. ഇനി ആശയവും വരികളുമാണ്. അതായത് വഴി കാട്ടിയായ ആൾ എന്ന് പറയുന്ന ആശയം വരുന്ന വരിയാണ് എന്ത്? വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്നുള്ള വരി. അതുപോലെ തന്നെ മനുഷ്യരുടെ നല്ല വാക്കുകൾ എന്നുള്ള ആശയം വരുന്നതാണ് മധുരമൂറും മനുഷ്യ വചസ്സിനെ. ഇനി അടുത്ത വർക്കാണ്. താഴെ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. അപ്പോൾ ഉദയസൂര്യൻ, കിളികളുടെ മനോഹരമായ പാട്ട്, ഇരുട്ടാകുന്ന ദുഃഖം, മാറ്റാനെത്തുന്ന പകൽ വെളിച്ചം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഉദയസൂര്യൻ എന്ന് പറയുന്നത് ഇരുൾ നീക്കുന്ന സൗവർണ സൂര്യനെ എന്ന് പറയുന്നില്ലേ. അതായത് രാത്രി എന്നുള്ളൊരു പ്രതിഭാസം കഴിഞ്ഞ് ഇരുട്ട് പതുക്കെ മാറ്റിയാണ് സൂര്യൻ വരുന്നത്. ഇനി കിളികളുടെ മനോഹരമായ പാട്ട്, കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ. അടുത്തത് ഇരുട്ടാകുന്ന ദുഃഖം, മാറ്റാനെത്തുന്ന പകൽ വെളിച്ചം. അതാണ് അഴലകറ്റുവാനെത്തും പകലിനെ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആശയം എഴുതാനാണുള്ളത്. ഒന്ന് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇതിൻ്റെ ആശയം എന്താണ്? അറിവ് പകർന്നു നൽകുന്നവരെല്ലാം ഗുരുക്കന്മാരാണ്. നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാത വ്യക്തമാക്കി തരുന്നു. അപ്പോൾ അതാണ് വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ എന്ന് പറയുന്നത്. ഇനി അലിവ് കാട്ടുന്ന കാർമേഘപ്പാളിയെ. മഴ പെയ്യുന്ന അർത്ഥത്തിലാണ് ഇവിടെ അലിവ് കാട്ടുന്ന കാർമേഘപ്പാളി എന്ന് പറയുന്നത്. വറ്റി വരണ്ട് കിടക്കുന്ന പുഴകൾക്കും മറ്റു ജലാശയങ്ങൾക്കും സസ്യങ്ങൾക്കുമെല്ലാം ആശ്വാസമാണ് മഴ. അതുകൊണ്ടാണ് അലിവ് കാട്ടുന്ന കാർമേഘപ്പാളി എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ വറ്റി വരണ്ട് വേനൽക്കാലമാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് മഴ പെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു ആശ്വാസമാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് വഴിയൊരുക്കാൻ വന്ന ഗുരുവിനെ പറഞ്ഞു. ഇനി മധുരമൂറും മനുഷ്യവചസ്സിനെ. മധുരമൂറും മനുഷ്യവചസ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ നല്ല വാക്കുകളായിരിക്കും അല്ലേ. മറ്റുള്ളവർക്ക് ആശ്വാസമേകുന്ന സംസാരത്തെയാണ് മധുരമൂറും മനുഷ്യവചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.